ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 33-ഉം 34-ഉം തിരുവചനങ്ങൾ. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്നു പരിചരിച്ചു. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. എന്താണ് സമരിയ എന്ന വാക്കിൻ്റെ അർത്ഥം? റോയൽ സിറ്റി. 1 രാജാക്കന്മാർ 16-24 നാം വായിക്കുന്നുണ്ട്, യൂദാ രാജാവായ ആസയുടെ 31-ാം ഭരണവർഷം ഇസ്രായേലിൻ്റെ രാജാവായി തീർന്ന ഓമ്രി 2 താലന്ത് വെള്ളിക്ക് ഷേമേറിൻ്റെ കയ്യിൽ നിന്നും കോട്ട കെട്ടി പട്ടണം നിർമ്മിക്കാനായി വാങ്ങിച്ച മല. ആ മലയുടെ മുൻ ഉടമസ്ഥനായിരുന്ന ഷേമേറിൻ്റെ നാമം ആസ്പദമാക്കി സമരിയ എന്ന പേര് ഓമ്രി എന്ന ഇസ്രായേൽ രാജാവ് ആ പട്ടണവും കോട്ടയും നിൽക്കുന്ന മലയ്ക്ക് കൊടുക്കുന്നു. യഹൂദ ഗോത്രത്തിൻ്റെയും ബെന്യാമിൻ ഗോത്രത്തിൻ്റെയും രാജാവായിരുന്ന യഹൂദ രാജാക്കന്മാരുടെ ആസ്ഥാനം ജെറുസലേം നഗരമായിരുന്നപ്പോൾ മറ്റ് 10 ഇസ്രായേൽ ഗോത്രങ്ങളുടെ രാജാക്കന്മാരുടെ ഇസ്രായേൽ രാജാക്കന്മാരുടെ തലസ്ഥാനം ആദ്യം ശേക്കേമും പിന്നീട് തിർസായും ഒടുവിൽ രാജാവായ ഒമ്രി സ്ഥിരമായ തലസ്ഥാനമായി സമരിയ പട്ടണത്തെ പണിതു. വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പരന്ന മല. ആ സ്ഥലത്തിൻ്റെ എല്ലാ വശങ്ങളും വളരെ ചെരിവുള്ള പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. മുകൾ ഭാഗം വളരെ മനോഹരമായ പട്ടണം. മെഡിറ്ററേനിയൻ കടലിൻ്റെ ദൃശ്യഭംഗിയുള്ള കാഴ്ച ഒരു വശത്തും തെക്കോട്ട് നോക്കിയാൽ ജെറുസലേം നഗരത്തിൻ്റെയും അതിഭംഗിയുള്ള കാഴ്ച. 2 രാജാക്കന്മാർ 6-9 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ആരാമ്യർ ഈ പട്ടണത്തെ കീഴടക്കാൻ എത്തിയപ്പോൾ എലീശ പ്രവാചകൻ അവരുടെ കണ്ണുകൾക്ക് അന്ധത വരുത്തി ഈ പട്ടണത്തെ രക്ഷിച്ചതായി. പിന്നീട് ബാലിൻ്റെ ആരാധകരെയും ബാൽ വിഗ്രഹങ്ങളെയും എലീശ നശിപ്പിച്ചതായും നാം വായിക്കുന്നുണ്ട്. രാഷ്ട്രീയമായും മതപരമായും സാമൂഹ്യമായും പല കാരണങ്ങളുണ്ടായിരുന്നു സമരിയ യഹൂദ പിണക്കത്തിന്. എന്നാൽ ഇവിടെ ഇതാ ഒരു സമരിയക്കാരൻ യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെന്ന് തൻ്റെ സമരിയ സമൂഹം വിശ്വസിക്കുന്ന, അതിന് കാലാകാലങ്ങളായി പല കാരണങ്ങളുള്ള സന്ദർഭത്തിൽ പോലും ഇവിടെ വഴിയിൽ കൊള്ളക്കാരുടെ മർദ്ദനമേറ്റ് അർദ്ധപ്രാണനായി കിടക്കുന്ന യഹൂദനെ സ്വന്തം സഹോദരനായി കണ്ട് അവനിൽ മനസ്സലിഞ്ഞ് തനിക്ക് യഹൂദ സമൂഹത്തോടുള്ള വെറുപ്പും വിദ്വേഷവും ഒന്നും നോക്കാതെ ആ വീണ് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കുന്ന നല്ല സമരിയക്കാരൻ. യഹൂദന്മാരുമായി ശത്രുതയിലിരിക്കുന്ന ഒരു സമരിയക്കാരനെ എന്തിനായിരിക്കാം ഈ ഉപമയിൽ ഒരു നല്ല ദയയുള്ള മനുഷ്യനായി യേശു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവുക? യഹൂദന്മാരുടെയും ഈ ലോകത്തിൻ്റെയും മുഴുവൻ രക്ഷയ്ക്കായി, സകല ജാതികളുടെയും രക്ഷയ്ക്കായി വന്ന യേശു തങ്ങളുടെ തന്നെ സഹോദര സമൂഹമായിരുന്ന, എന്നാൽ ഇപ്പോൾ ശത്രുതയിലുള്ള സമരിയ സമൂഹവുമായി അതിലെ ഒരംഗം എങ്ങനെ യഹൂദനോട് ദയ കാണിച്ചുവോ അതുപോലെ ആ സമൂഹത്തോടും സ്നേഹത്തിൽ ഇടപെടുവാൻ പറയാതെ പറയുന്ന യേശു. ഈ ലോകം മുഴുവൻ ശത്രുതാ മനോഭാവം മാറി പരസ്പരം മനസ്സലിവോടും ദയയോടും ശത്രുക്കളാണെങ്കിൽ പോലും പെരുമാറണം എന്ന് ഇന്നത്തെ രാജ്യങ്ങൾക്കും അതിലെ നേതാക്കന്മാർക്കും നാം ഓരോരുത്തർക്കും കാണിച്ചു തരുന്ന യേശുവിൻ്റെ ഈ തിരുവചനം നാം എന്ന ഒരു വ്യക്തിയിൽ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, നാം ആയിരിക്കുന്ന രാജ്യങ്ങളിൽ പരസ്പരം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വഴി, നല്ല സമരിയക്കാരൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ നാം ഓരോരുത്തർക്കും എന്നും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.